ഒരു പോലീസുകാരനോ ഒരു സ്റ്റേഷനിലെ 3 പോലീസുകാരോ തോന്നിവാസം കാണിച്ചാൽ സ്റ്റേറ്റ് മുഴുവൻ അങ്ങനെയാണ്, മുഴുവൻ പോലീസുകാരും അങ്ങനെയാണെന്ന് പറയുന്നത് ഒരു തരത്തിലും യുക്തിയല്ല. മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞു ചങ്ങാതി സെക്ഷൽ പ്രിഡേഷൻ നടത്തി എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ്സുകാർ മുഴുവൻ പ്രിഡേറ്റേഴ്സ് ആണെന്ന് പറയാൻ പാടില്ല. അതുപോലെ തന്നെയാണിത്. ഡോക്ടർ പ്രേംകുമാർ, ഇവിടെ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ പ്രശ്നവുമുണ്ട്. മുൻപ് പോലീസ് അതിക്രമങ്ങൾ പലതരത്തിൽ ന്യായീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നേരത്തെ ജിൻഡോ ജോൺ ചൂണ്ടിക്കാണിച്ചതുപോലെ രക്ഷാപ്രവർത്തനം എന്ന വാക്ക് ഡിവൈഎഫ്ഐക്കാരെ കുറിച്ച് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഏത് നിലയിലാണ് മർദ്ദിക്കപ്പെട്ടത് എന്ന്. കസ്റ്റഡി മർദ്ദനങ്ങൾ മാത്രമല്ല, കസ്റ്റഡി മരണങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്ത് ശിക്ഷ കിട്ടി എന്നുള്ളത് പ്രധാനമാണ്. ആത്മവീര്യത്തിന്റെ പേരിൽ സംരക്ഷിക്കപ്പെടുന്നതും പ്രധാനമാണ്. ഇവിടെ മാതൃകാപരമായ നടപടിയെടുത്ത ആ ഉദ്യോഗസ്ഥരുടെ കുപ്പായം ഊരി വാങ്ങുക, കാക്കി ഊരി വാങ്ങുക എന്നുള്ളത് ഈ സംസ്ഥാനത്തിന്റെ ആകെ ആവശ്യമെന്നതുപോലെ സർക്കാരിന്റെ ആർജവത്തിന്റെയും ഇച്ഛാശക്തിയുടെയും കൂടി ഒരു അളവുകോലായി, അല്ലെങ്കിൽ അതിന്റെ തെളിവായി വരേണ്ട ഒരു കാര്യമല്ലേ? അല്ല, അങ്ങനെ അത്തരത്തിലുള്ള നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. എന്താണെന്നറിയോ, നിയമസഭയിൽ തന്നെ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി വെളിവാക്കിയതുപോലെ 1073 പോലീസുകാർക്കെതിരെയാണ് കേസുകൾ അല്ലെങ്കിൽ പരാതികൾ ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ 2016 മുതൽ 24 വരെ. അതിന്റെ ഭാഗമായി 108 പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട് കേരളത്തിലെ സർക്കാർ. ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന സർക്കാർ 108 ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ പെർട്ടിക്കുലർ ഇൻസിഡന്റിൽ സുജിത്തിന് നേരെ ഉണ്ടായ അക്രമത്തിന്റെ കേസിൽ പോലീസിലെ ശിക്ഷാ നടപടികൾ BJPയുടെ പ്രതിനിധി മാഷ് പറയുന്നത് ശരിയല്ല. ആദ്യത്തെ താക്കീതാണ്, രണ്ടാമത്തെ സസ്പെൻഷനിൽ വെക്കുക എന്നുള്ളതാണ്. അതല്ല ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. ഇവരുടെ കേസിൽ 3ാം ലെയറിലുള്ള പണിഷ്മെന്റ് ആണ് ചെയ്തിട്ടുള്ളത്. അത് ഇൻക്രിമെന്റ് ബാർ ചെയ്യുക എന്നുള്ളതാണ്. നാലാമത്താണ് ഡിസ്മിസലിലേക്ക് അന്ന് പോയിട്ടില്ല. ഡിസ്മിസലിലേക്ക് പോകണമെന്നാണ് നമ്മൾ ഇന്ന് ആവശ്യപ്പെടുന്നത്, കേരള സമൂഹം മൊത്തത്തിൽ ആവശ്യപ്പെടുന്നത്. പക്ഷേ അത് നിയമപരമായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നാളെ ഇവർ അതിനെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ട് അവർ സർവീസിലേക്ക് തിരിച്ചു വരുന്ന സംവിധാനം ഉണ്ടാവും. അതുകൊണ്ട് ആ നടപടി എടുത്തിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. 108 പോലീസുകാരെയാണ് പിരിച്ചുവിട്ടിട്ടുള്ളത്. പിന്നെ ഇത്തരത്തിലുള്ള എല്ലാ ചർച്ചകളിലെയും പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനേക്കാൾ അതിഭീകരമായിട്ടുള്ള ക്രൂരമായ കാര്യങ്ങൾ ചെയ്യുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന പാർട്ടിയുടെ ആൾക്കാർക്ക് പോലും വന്ന് നല്ലത് പറയാനുള്ള ചാൻസ് ഉണ്ടാക്കി കൊടുക്കുന്നുള്ളതാണ്. നമുക്കറിയാം, ഞാൻ ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞിട്ടില്ല മാഷെ, ഉത്തരേന്ത്യ നാഷണൽ ലെവലിൽ തന്നെ പറഞ്ഞിട്ടുള്ളൂ. മൊത്തം കേരളം അടക്കം ഉൾപ്പെട്ട ഇന്ത്യയുടെ മൊത്തം കണക്കാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നമുക്കറിയാം UPയിൽ എന്താ നടക്കുന്നുള്ളത്. ഒരാൾ ഭൂമി കയ്യേറി എന്നുള്ള ഒരു സംശയത്തിന്റെ പുറത്തിൽ ബുൾഡോസറുകൾ വിട്ടിട്ട് ഒരു ഏരിയ മുഴുവൻ ഇടിച്ചു നിരത്തുകയാണ് ചെയ്യുന്നത്. അത് ഗംഭീരമാണെന്ന് പറയുന്ന ആളുകളാണ്, അതിനെയും അംഗീകരിക്കുന്നില്ല. കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യത്തെയും നമുക്ക് ഉത്തർപ്രദേശിലോ മറ്റൊരു സംസ്ഥാനത്തെയോ വെച്ച് തുലനം ചെയ്യാൻ കഴിയില്ല. ഉത്തർപ്രദേശിൽ അത് നടക്കുന്നില്ലേ, പിന്നെ കേരളത്തിൽ ഇത്രയെങ്കിലും നടക്കണ്ടേ എന്ന ന്യായത്തിലേക്ക് എത്താനും പറ്റില്ല. അല്ല, പറ്റില്ല. പക്ഷെ എന്താ പ്രശ്നം അറിയോ, ആ ഭീകരതകൾ അവിടെ ഒളിച്ചു വെച്ചുകൊണ്ട് ഇവരുടെ വളരെ ജനവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ഇതിന്റെ ഇടയിലൂടെ ഒളിച്ചു കടത്തും എന്നുള്ളതാണ് BJPയുടെ പ്രതിനിധി പറയുന്നത്. കണ്ടോ, പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംഘടനാ സ്വാതന്ത്ര്യം നൽകി എന്നുള്ളതാണ് പ്രശ്നം എന്ന്. അത് ഒരു കാരണവശാലും ശരിയല്ല. മറ്റെല്ലാ ജീവനക്കാർക്കും ഉള്ളതുപോലെ സംഘടനാ സ്വാതന്ത്ര്യം പോലീസിനും ഉണ്ടാവേണ്ടതുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ അത് LDF ആണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അത് ശരിയായ നിലപാടാണ്. മാത്രമല്ല, ഈ കേസിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ആ യുക്തി പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്നറിയോ, ഈ ന്യൂമാൻ എന്ന് പറഞ്ഞ പോലീസുകാരൻ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ വളരെ വളരെ ക്ലിയർ ആയിട്ട് KSU പ്രവർത്തകനായിരുന്നു, KSUവിന്റെ ഭാരവാഹിയായിരുന്നു, പോലീസിൽ ചേരുന്നവരെ കോൺഗ്രസ്സുകാരനായിരുന്നു. അപ്പൊ കോൺഗ്രസ്സുകാരനായിരുന്ന ഒരാൾ കോൺഗ്രസ്സുകാരെ മർദ്ദിച്ചു എന്നല്ലല്ലോ കാണേണ്ടത്. യൂണിഫോം ഇട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോം ഇട്ട സമയത്ത് ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തിരിക്കുന്നു, നിയമവിധേയമായ കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരമുള്ള ഒരാൾ, അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. പിന്നെ ഒരു പോലീസുകാരനോ ഒരു സ്റ്റേഷനിലെ 3 പോലീസുകാരോ തോന്നിവാസം കാണിച്ചാൽ സ്റ്റേറ്റ് മുഴുവൻ അങ്ങനെയാണ്, മുഴുവൻ പോലീസുകാരും അങ്ങനെയാണെന്ന് പറയുന്നത് ഒരു തരത്തിലും യുക്തിയല്ല. മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞു ചങ്ങാതി സെക്ഷൽ പ്രിഡേഷൻ നടത്തി എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ്സുകാർ മുഴുവൻ പ്രിഡേറ്റേഴ്സ് ആണെന്ന് പറയാൻ പാടില്ല. അതുപോലെ തന്നെയാണിത്. കോൺഗ്രസ്സുകാർ ഉൾപ്പെട്ട ക്രിമിനൽ കേസുകൾ ഉണ്ടായിട്ടുണ്ട്, CPMകാർ ഉൾപ്പെട്ട ക്രിമിനൽ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മുഴുവൻ കോൺഗ്രസ്സുകാരും നെഖിൽ പൈലിയെ പോലെ കുത്തിക്കൊല്ലുന്നവരാണെന്ന് പറയാൻ പറ്റില്ല. ഇതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. ആ കറക്ഷൻ പ്രോസസ്സിൽ സർക്കാർ നിയന്ത്രിക്കുന്ന പാർട്ടിയും എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഡോക്യുമെന്റ് പുറത്തു വരുന്നു, അതിനുശേഷം അടുത്ത തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു, എഗെയിൻ ടു പുട്ട് അണ്ടർ സസ്പെൻഷൻ. അതിനുശേഷം നിയമപരമായ ലീഗൽ ഒപ്പീനിയൻ കൃത്യമായി കിട്ടിയതിനു ശേഷം ഇവരെ പിരിച്ചുവിടുന്നതിനടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. പിന്നെ ഒരു ഫാക്ട് ഉണ്ട്, സുജിത്ത് തന്നെ കൊടുത്ത പ്രകാരമുള്ള ഒരു ക്രിമിനൽ മിസ്ലേനിയസ് പെറ്റീഷൻ CMPയിൽ കോടതി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ട്രയൽ നടക്കുകയാണ്.
അതിനിടയിൽ മറ്റൊരു പണിഷ്മെന്റ് മറ്റൊരു കേസ് ഇവരെ പേരിൽ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മുടെ റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ധാർമ്മികത തിളച്ചു മറിഞ്ഞാലും നടപടിയും എന്നുള്ളത് പോലൊരു കാര്യവുമാണ്. ക്രിമിനൽ വിചാരണയും തമ്മിൽ അങ്ങനെ കോറിലേറ്റ് ചെയ്യാൻ കഴിയുമോ? അത് സംശയാസ്പദമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും പോലീസിന് കിട്ടിയ നിയമോപദേശം അനുസരിച്ച് വകുപ്പ് തല നടപടി, അടുത്ത ലെവലിലുള്ള വകുപ്പ് തല നടപടി, ഇപ്പോൾ എടുത്തിട്ടുള്ള നടപടി റിവൈസ് ചെയ്ത് അടുത്ത നടപടി എടുക്കാൻ നിയമപരമായി കുഴപ്പങ്ങളൊന്നുമില്ല എന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, തീർച്ചയായിട്ടും. പക്ഷേ ആ നടപടി പോലും അതിന്റെ എല്ലാ പഴുതും അടച്ചേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മൾ പ്രതികൾ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഹൈക്കോടതിയോ കാറ്റിനെയോ സമീപിച്ചിട്ട് അവർ തിരിച്ചു വരുന്ന സംവിധാനം ഉണ്ടാവും. അത് ഉണ്ടാവാൻ പാടില്ല. അവർക്കെതിരെ കുറ്റമറ്റ രീതിയിലാണ് നടപടികൾ ഉണ്ടാവേണ്ടത്. നമ്മുടെ ആവേശത്തിന്റെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ദോഷഫലമാണ് ചെയ്യുക എന്ന് എനിക്ക് തോന്നുന്നത്.